എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നേ സ്വപ്നവല്ലി വീട്ടിൽ കിടന്ന് സംഹാര താണ്ഡവാടുവാണ്. വെറുതെ ഒന്നുമല്ല ഇഷിതൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വരണമെന്ന് പറഞ്ഞോണ്ട് അവൾക്ക് എൻ്റെ മകന്റെ ഭാര്യയായിട്ടിരിക്കാനുള്ള യാതൊരു യോഗ്യതയില്ല. ഇന്നലെ ഒരു ദിവസം അവളെ താമസിച്ചു വന്നു, പക്ഷെ ഇന്നും കണ്ടില്ലേ അവൾക്ക് പുല്ല് വിലയല്ലേ നമ്മൾ അവൾക്ക് തരുന്നതെന്ന് ചോദിക്കണം. അങ്ങനെ നമ്മൾ പറഞ്ഞ വാക്കിന് എന്തെങ്കിലും വില ഉണ്ടായിരുന്നെങ്കിൽ അവൾ നേരത്തെ കാലത്ത് വീട്ടിലേക്ക് വരില്ലായിരുന്നോ. എന്നിട്ടോ ഇപ്പൊ കാണിച്ചു കൂട്ടുന്നൊക്കെ എന്താ രാമാന്ന് ചോദിക്കുക. രാമനാഥൻ പറഞ്ഞു അവൾക്ക് എന്തെങ്കിലും എമർജൻസി ഉള്ളതുകൊണ്ടായിരിക്കും. എന്ത് എമർജൻസി? കണ്ടവന്റെ കൂടെ അഴിഞ്ഞാടി പോകാനായിട്ടല്ലേ അവള് താമസിക്കണമെന്ന് ചോദിക്കുക. ഇന്നലെ തന്നെ മഹേഷ് പറഞ്ഞെന്താ ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ അവളെ കണ്ടെന്നല്ലേ പറഞ്ഞേ, ഇന്നിങ്ങോട്ട് വരട്ടെ. എത്രയും പെട്ടെന്ന് തന്നെ അവൾക്ക് ഡിവോഴ്സ് കൊടുത്ത് അവളെ ഈ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു വിടണമെന്ന് പറയാം. രാമനാഥൻ പറഞ്ഞു സ്വപ്നവലി വെറുതെ അവരുടെ ജീവിതത്തിൽ കയറി നീ ഇടപെടണ്ടെന്ന് പറയണം. മഹേഷ് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ മഹേഷ് സമ്മതിക്കില്ല പോലും. അവൻ എൻ്റെ മോനാ, ഞാൻ പറഞ്ഞ അവൻ അനുസരിക്കുമെന്ന് പറയണം. ആ സമയം മഞ്ജു പറഞ്ഞു എന്തിനമ്മേ മഹേഷിന് ഇങ്ങനെ ഒരു ബന്ധം, അതിൻ്റെ ആവശ്യം എന്താന്ന് ചോദിക്കണം. പേരിനൊരു ഭാര്യ അല്ലാതെ എന്താ അമ്മ, അവളിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവളെ ഈ വീട്ടിൽ നിന്ന് തന്നെ അടിച്ചിറക്കണം. ഒരു നിമിഷം പോലെ അവളെ വീട്ടിൽ വെച്ച് പഴിക്കാൻ പാടില്ല. അമ്മ അവളെല്ലാം വന്നു കഴിയുമ്പത്തേനും അങ്ങോട്ട് ഒലിപ്പിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലും അങ്ങോട്ട്. ചക്കരയെ മോളെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇന്നെങ്ങാനും അമ്മ അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാമനാഥൻ പറഞ്ഞു ഇതേ മഞ്ജുമേ, നീ എരുതിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ നോക്കണ്ടെന്ന് പറയാം. ഞാൻ പറഞ്ഞാൽ എന്താ തെറ്റ് ഇരിക്കുന്ന വെച്ചാ അവിടെ ഈ പാതിരാത്രി ആരുടെ കൂടെ കറങ്ങാൻ പോയതാ, എവിടെ എന്താന്ന് ആർക്കറിയാം. വല്ലവരുടെ കൂടി വല്ല റൂമിലും പോയി ഇരിക്കുമായിരിക്കും എന്നൊക്കെ പറയാം. പറഞ്ഞു തീരുവല്ല രാമനാഥന്റെ കൈ മഞ്ജിമയുടെ മുഖത്ത് വീണു. നീ എന്താടി അസത്തെ പറഞ്ഞതെന്ന് ചോദിച്ചോണ്ട് നീ ആരെക്കുറിച്ചാ എന്താ പറയണം, നിനക്ക് വല്ല ബോധമുണ്ടോ? ഇഷത ആരാന്നറിയോ? മഹേഷിന്റെ ഭാര്യ. നിന്നെപ്പോലൊന്നുമല്ല, അവളൊരു ഡോക്ടറാണ്. അവൾക്ക് അവളുടേതായ എമർജൻസിയും കാര്യങ്ങളൊക്കെ കാണും. വെറുതെ കുറ്റപ്പെടുത്താനായിട്ട് ഇറങ്ങുമ്പം എല്ലാ വശങ്ങളും ചിന്തിച്ചിട്ടോണം. മേലാൽ ഇനി ഇങ്ങനത്തെ ഇത്തരം കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വന്നാണ്ടല്ലോ നിന്നെ ഞാൻ ഭൂമിക്ക് വീത വെച്ചേക്കില്ലെന്ന് പറയണം. പാതിരാത്രി ആയതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. പകലായിരുന്നു ഇപ്പൊ തന്നെ നിന്നോട് അടിച്ചിറക്കാനെന്ന് പറഞ്ഞിട്ട് വീണ്ടും അടിക്കാൻ തുടങ്ങണം. അത് 2-3 കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് സ്വപ്നവലി അടക്കേറി. രാമ എന്തായി കാണിക്കണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നല്ലാതെ ഇവളെ അടിക്കുമല്ലാതെ പിന്നെ എന്താ ചെയ്യണ്ടേ? ഇവളെ ഓരോ പ്രവൃത്തികളൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഞാനൊന്നും പറയണില്ല. ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് നിന്നെ ഇറക്കി വിടണ്ടെന്ന് പറയണം. അല്ല നീ നിന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഇവിടെ വന്ന് നിൽക്കുന്ന പോലെ അല്ലേ ഇഷിതനെ കുറിച്ച് നീ ഒന്ന് ഇറങ്ങി അന്വേഷിച്ച് നോക്ക്. അവൾ എന്നിട്ട് വലിയ ഭരിക്കാനായിട്ട് വന്നിരിക്കുന്ന പോലെ, കുടുംബം കലക്കാനായിട്ട്. അമ്മയും മോളും ഒരക്ഷരം പോലും മിണ്ടിയേക്കല്ലെന്ന് പറയണം. ഇത് കേട്ട സ്വപ്നവല്ലി പറഞ്ഞു മഞ്ജുമേ മോളെ നീ ഒന്നും മിണ്ടണ്ട, അവൾ വരുമ്പോൾ അവൾക്കുള്ള ഞാൻ കൊടുത്തോളാം എന്നൊക്കെ പറയണം. ആ സമയം മഹേഷ് വന്നു. മഹേഷ് വന്നിട്ട് മഹേഷിനോട് ചോദിച്ചു അല്ല നിന്റെ ഭാര്യ എന്താണ് സ്വപ്നവല്ലി ചോദിക്കുകയാണ്. ഇത് കേട്ടത് മഹേഷ് ഒന്നും മിണ്ടിയില്ല. ഇന്ന് നിന്റെ ഭാര്യ വന്നിട്ടില്ലല്ലേ? എനിക്കറിയാം നിന്റെ ഭാര്യ എവിടെയോ കറങ്ങാൻ പോയേക്കുക. ഇത് സ്ഥിരമാക്കിയേക്കുവാണല്ലോ. ചോദിക്കാനും പറയാനൊന്നും ഇവിടെ ആരുമില്ല. പക്ഷെ രണ്ടിലൊന്ന് ഞാൻ തീരുമാനിച്ചു. അവളിന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. ഇന്നത്തോടുകൂടി അവളുടെ പൊറുതി ഈ വീട്ടിലെ അവസാനിക്കുമെന്ന് പറയാം. അവൾ ആരാന്ന് അവളുടെ വലിയ വിചാരം? അവൾ രംഭയോ മേനകയാന്നൊക്കെ അവളുടെ വിചാരം. ഭൂലോക സുന്ദരി ചമഞ്ഞുള്ള അവളുടെ നടപ്പും മട്ടും ഭാവമൊക്കെ. ഡോക്ടറാന്നും പറഞ്ഞുകൊണ്ട് ഇത്രയ്ക്കുണ്ടോ പെൺകുട്ടികൾക്ക് അഹങ്കാരം? അഹങ്കാരം കുറച്ച് വെക്കണം. കല്യാണം കഴിഞ്ഞാൽ കുറച്ചൊക്കെ അടങ്ങി ഒതുങ്ങി നിൽക്കാൻ നോക്കണം എന്നൊക്കെ പറയാം. ഇതൊക്കെ കേട്ടപ്പോൾ രാമനാഥനെ മനസ്സിലായി ഒറ്റ നടക്കി സ്വപ്നവല്ലി പോകത്തില്ലെന്നുള്ള കാര്യം. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത വരുവാണ്. ഇഷിത വന്നു കഴിയുമ്പോഴത്തേനും സ്വപ്നവല്ലി അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. സ്വപ്നവല്ലി വന്നിട്ട് പറഞ്ഞു നിന്റെ പൊറുതി ഇന്നത്തോടെ ഇവിടെ അവസാനിച്ചിട്ടേ, ഇനി മുതൽ നീ ഈ വീട്ടിൽ ഉണ്ടാവത്തില്ലെന്ന് പറയണം. ഇത് കേട്ട് ഇഷിത പറഞ്ഞു അതിന് അമ്മയല്ലോ അത് പറയണ്ടേ? എൻ്റെ കഴുത്തിൽ താലി ആർത്തിയത് ആരാ? മഹേഷ് അല്ലേ? മഹേഷ് പറയട്ടെ എന്ന് പറയാം. അവനങ്ങനെ പറയില്ലടി. ഞാൻ ചോദിക്കട്ടെ അമ്മേ, മഹേഷിന്റെ തീരുമാനം ഇതാണെന്ന് ചോദിക്കട്ടെ, അല്ലാതെ അമ്മ പറഞ്ഞ ഉടനെ എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റുന്ന കാര്യമൊന്നും അല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇഷിത നേരെ മുറിയിലേക്ക് എല്ലുവാണ്. അപ്പം മഹേഷ് അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് മഹേഷിനോട് ചോദിച്ചു അല്ല മഹേഷും കൂടെ അറിഞ്ഞാണോ ഈ തീരുമാനം എന്ന് ചോദിക്കും. എന്ത് തീരുമാനം? അല്ല എന്നെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടാനായിട്ട്, ഡിവോഴ്സ് തന്ന എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ട്. ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയാം. ആഹാ, അപ്പം നിങ്ങളുടെ അമ്മ തന്നെ എടുത്ത തീരുമാനമല്ലേന്ന് ചോദിക്കും. അമ്മ പറയുന്ന പോലെ ഒന്നും അല്ല ഇവിടുത്തെ കാര്യങ്ങൾ. ഞാൻ എന്താണല്ലോ ഡിവോഴ്സിന് തയ്യാറല്ലെന്ന് പറയണം. ഇത് കേട്ടപ്പം ഇഷിത പറഞ്ഞു അല്ല നിങ്ങളുടെ അമ്മ പറഞ്ഞ് എന്നെ ഈ വീട്ടിൽ വെച്ച് വാഴിക്കില്ലെന്ന് നിങ്ങളുടെ അമ്മയോടൊന്ന് പറഞ്ഞേരാ ആ കാര്യം എന്ന് പറയണം. പിന്നീട് മഹേഷ് കാളിലേക്ക് ഇറങ്ങി ചെന്നു. ആ സമയത്ത് സ്വപ്നവലിയുടെ കട്ട കലിപ്പോടെ ഇരിപ്പുണ്ടായിരുന്നു. പിന്നീട് ചോദിച്ചു അല്ല അമ്മയോട് ആരാ പറഞ്ഞ ഇഷിതേനെ ഡിവോഴ്സ് ചെയ്യുന്നൊക്കെ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നവലി പറഞ്ഞു മോനെ അവൾ ചെയ്തു കൂട്ടുന്നത് കാണുന്നില്ലെന്ന് ചോദിക്കുകയാണ്. അതെ അവൾ ചെയ്തു കൂട്ടുന്നത് ഞാൻ സഹിച്ചോളാം, അമ്മ എന്നെ തടവിടാൻ വരണ്ട, ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണെന്ന് പറയാം. ഓഹോ ഇപ്പം നിങ്ങൾ രണ്ടും ഒറ്റക്കെട്ടായി, ഞാൻ ഔട്ടായില്ലേ? എനിക്കിത് തന്നെ വേണോടാ. എൻ്റെ മകന് നല്ലൊരു ബന്ധം കിട്ടണമെന്ന് ആഗ്രഹിച്ച അതെൻ്റെ കുറ്റമായി പോയെന്ന് പറയാം. ദേ അമ്മേ വെറുതെ ഇഷിതനെ കുറ്റം പറയാനായിട്ട് നിൽക്കണ്ട, പറഞ്ഞു കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് അകത്തേക്ക് കയറിപ്പോയി. രാമനാഥൻ പറഞ്ഞു ഇപ്പം നിനക്ക് സമാധാനമല്ലോ,
കിട്ടേണ്ട കിട്ടൊക്കെ കഴിഞ്ഞപ്പോൾ സമാധാനമല്ലോ. വെറുതെ അടങ്ങി ഒതുക്കി വല്ലയിടത്ത് ഇരിക്കാനുള്ളതിന് ഇതിൻ്റെ വല്ല കുഴപ്പമുണ്ടായിരുന്നു ചോദിക്കുകയാണ്. പിന്നീട് ഇഷിത നേരെ ചിപ്പിമോളുടെ അരിയിലേക്ക് ചെല്ലുവാണ്. ചിപ്പിമോള് പകുതി ഉറക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇഷിതയ്ക്ക് ഭയങ്കര സങ്കടമായി. ചിപ്പിമോളൊന്നും ശ്രദ്ധിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷേ എങ്കിൽ തന്നെ കാത്തവിടെ ആദ്യമുണ്ട്, അതുകൊണ്ട് മാത്രം. അപ്പം ആദ്യയുടെ പേരൊന്നും അറിയില്ല. ആ മോനുള്ളതുകൊണ്ട് മാത്രമാണ് താൻ അങ്ങോട്ടേക്ക് പോകുന്നത്. കുറച്ച് ദിവസത്തോടെ എൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടുന്നോടം വരെ ഇങ്ങനെയൊന്ന് അഭിനയിച്ചാൽ മതിയാവുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റുമ്പോഴും എന്നോട് ക്ഷമിക്കാനൊക്കെ പറയണം. അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ആകാശ് ആപ്പടെ അസ്വസ്ഥനായിട്ട് ഇരിക്കുകയാണ്. ആകാശിനെ സ്കൂളിലേക്ക് വിളിച്ചു ചോദിക്കാനും മടി. വിളിച്ച് ചോദിക്കണോ വേണ്ടയോന്ന് 2-3 വട്ടം ആലോചിച്ചു. ഒരു പക്ഷേ ആദ്യം അവിടെ ചെന്നിട്ടുണ്ടായിരിക്കുക, അറിയില്ല. വിളിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ചെന്നിട്ടില്ലെന്നാ മറുപടി പറയുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? അതൊക്കെ ഓർത്തപ്പം അത് അതിനേക്കാളും വലിയ ടെൻഷനായി. വിളിച്ച് ചോദിക്കാതിരിക്കാനും പറ്റില്ലാത്ത അവസ്ഥ. കാരണം എത്ര നാൾ രജനോട് കള്ളത്തരം പറയാൻ പറ്റും? ആദ്യം എവിടെ എന്താണെന്നും അറിയത്തില്ല. ഇഷിതയുടെ ഹോസ്പിറ്റൽ ഇല്ലയെന്നാ പറഞ്ഞത്. അപ്പം വേറെ ഏത് ഹോസ്പിറ്റലാണോ? ഇനിയിപ്പോൾ അവരെ വീട്ടിലേക്കാണോ കൊണ്ടുപോയിരിക്കുന്നത്? അതൊക്കെ ഓർത്തപ്പോൾ അത് അതിനേക്കാളും വലിയ ടെൻഷനായി. തൻ്റെ കാർ ഇടിച്ചല്ല അവന് അപകടം ഉണ്ടായിരിക്കുന്നതെന്ന് ഇപ്പം ഏതാണ് വ്യക്തമായി കഴിഞ്ഞു. കാരണം തൻ്റെ കാർ ഇടിച്ചെന്നുള്ള തെളിവുകളും കാര്യങ്ങളൊന്നുമില്ല, ആരും കണ്ടിട്ടുമില്ല. അതുകൊണ്ട് പിന്നെ ആ കാര്യത്തിലൊരു പേടിയും വേണ്ട. പക്ഷേങ്കിൽ അവൻ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. ഒരു പക്ഷേ ഇതെങ്ങാനും രചന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ രചനയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല. തൻ്റെ കാറിൻ്റെ മുന്നിലാണ് ആ ചിപ്സൊക്കെ കിടന്ന്. അവൾക്ക് സംശയമാകുകയും ചെയ്യും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ആകാശിരിക്കുകയാണ്. പിന്നീട് പിറ്റേ ദിവസം നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ഇഷിത ചിപ്പിമോളെ വിളിച്ചെഴുന്നേപ്പിക്കുകയാണ്. ചിപ്പിമോള് കണ്ണു തുറന്നു പറഞ്ഞിട്ട് ചോദിച്ചു, അല്ല അമ്മ ഇന്നലെ രാത്രിയിൽ എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കാം. അമ്മ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്, സോറി ഇട്ട മോളെന്ന് പറയാം. അതെ, അമ്മയ്ക്ക് ഇച്ചിരി എമർജൻസി കാര്യങ്ങളുണ്ടായിരുന്നു 2 ദിവസമായിട്ട്. കുറച്ച് ദിവസം മോള് ക്ഷമിക്കണോട്ടെ ഈ അമ്മയോട്. അമ്മ ചിലപ്പോൾ ലേറ്റായിട്ട് വരുള്ളൂ. മോൾക്ക് സങ്കടം ഉണ്ടോയെന്ന് ചോദിക്കാം. സങ്കടം ഉണ്ടോയെന്ന് ചോദിച്ചാൽ സങ്കടമുണ്ട്. അമ്മേനെ കാണാതെ അമ്മയുടെ കഥകൾ കേൾക്കാതെ കിടന്ന് ഉറങ്ങാനായിട്ട് എനിക്ക് പറ്റുന്നില്ല അമ്മേ, അതുകൊണ്ടാന്ന് പറയണേ. ഇത് കേട്ടതും ഭയങ്കര സങ്കടമായിപ്പോയി ഇഷിതയ്ക്ക്. ഇഷിത പറഞ്ഞ് മോള് വന്നേ എഴുന്നേക്കാം, അമ്മ പല്ലൊക്കെ തേപ്പിക്കാന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പിമോളെ വിളിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ പതിവ് പോലെ തന്നെ ചിപ്പിമോളുടെ കാര്യങ്ങളെല്ലാം ഇഷിത നോക്കുവാണ്. നോക്കിയിട്ട് പറഞ്ഞ് മോള് യൂണിഫോം എടുത്തില്ല, മോൾക്ക് കഴിക്കാനുള്ള ഫുഡ് ഞാൻ എടുത്ത് വെക്കാമെന്ന് പറയണം. അങ്ങനെ ഫുഡൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇഷിത അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു, മോൾക്ക് അമ്മ വാരിത്തരണോന്ന് ചോദിക്കണം. വേണ്ട, ഞാൻ വാരി കഴിച്ചോളാം എന്ന് പറയണം. ഇത് കേട്ടത് ഇഷിതയ്ക്ക് സന്തോഷമായി. നേരത്തെ ആണെങ്കിൽ ചിപ്പിമോൾ ഇങ്ങനെ സ്വയം ഒന്നും വാരി കഴിക്കത്തൊന്നുമില്ല. പക്ഷെ ഇപ്പോഴും അതൊക്കെ അവൾ സ്വയം പര്യാപ്തം നേടിക്കഴിഞ്ഞു. പിന്നീട് ഇഷിത ചിപ്പിമോളെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊണ്ട് കൊടുക്കുകയാണ്. ഈ സമയം ചിപ്പിമോളും കൊടുത്തു. ഇഷിത പറഞ്ഞു, എനിക്കിപ്പോൾ സന്തോഷമായി. എൻ്റെ മോൾ എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഈ വീട്ടിൽ വേറെ ആരും മനസ്സിലാക്കിയില്ലെങ്കിലും എൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ എൻ്റെ മോള് മനസ്സിലാക്കുന്നുണ്ടല്ലോ. എനിക്ക് അത് മതിയെന്ന് പറയണം. ആ സമയം ചിപ്പിമോള് പറഞ്ഞു, അല്ല അമ്മയ്ക്ക് എന്തായിരുന്നു എമർജൻസി എന്ന് ചോദിക്കുക. അതെ, അമ്മയ്ക്ക് അവിടെ ഹോസ്പിറ്റലേ ഇത്തിരി ക്രിട്ടിക്കലായിട്ടൊരു പേഷ്യൻ്റ് ഉണ്ട്. അപ്പോൾ അതിനെ നോക്കണമായിരുന്നു, അതുകൊണ്ട് അമ്മ വരാൻ താമസിച്ചെന്ന് പറയാം. സാരമില്ലമ്മേ, അമ്മ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇവിടെ അച്ഛമ്മ എല്ലാവരും ഉണ്ടല്ലോ എന്നൊക്കെ പറയണം. പ്രായത്തിൽ കഴിഞ്ഞ പക്വതയാണ് ചിപ്പിമോള് കാണിക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയ്ക്ക് സന്തോഷമായി. പിന്നീട് ഇഷിത മുറിയിലേക്ക് കയറി പോണ സമയത്ത് അങ്ങോട്ടേക്ക് സ്വപ്നവലി വരുവാണ്. സ്വപ്നവലി വന്നിട്ട് അവളുടെ അടുത്ത് നിൽക്കണം, ചിപ്പിയുടെ അടുത്ത് നിൽക്കണം. എന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നീട് ചോദിച്ചു, അല്ല മോൾക്ക് ഞാൻ വാരിത്തട്ടെ നിൽക്കാം. വേണ്ട, എനിക്ക് വാരിത്തണ്ട, ഞാൻ തന്നെ കഴിച്ചോളാം എന്ന് പറയണം. അതെ, മോളുടെ അമ്മയുണ്ടല്ലോ, ഇന്നലെ രാത്രി എപ്പോഴാണ് വന്നതെന്ന് മോൾക്കറിയാമെന്ന് ചോദിക്കും. അത് അമ്മയ്ക്ക് അവിടെ തിരക്കുള്ളതുകൊണ്ടല്ലേ ഹോസ്പിറ്റലിൽ. തിരക്ക് അതൊന്നും അല്ല മോളെ. അല്ല ഇനി നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറയാം. വേണ്ട, എൻ്റെ കാര്യങ്ങളൊക്കെ അമ്മ നോക്കിക്കോളെന്ന് പറയാം. അമ്മ എന്തിനാ നോക്കണേ? അവൾ എപ്പോഴും ഇവിടെ കാണത്തില്ലോ. പിന്നെ അമ്മ രാവിലെ ഇവിടെ ഉണ്ടല്ലോ. അമ്മ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞല്ലേ, പിന്നെ വൈകുന്നേരത്തെ കാര്യം അച്ഛമ്മ നോക്കിയാൽ മതി എന്ന് പറയാം. മോളെ, അവളത്ര ശരിയല്ല. അവൾ എന്നോട് എന്തൊക്കെയാ പറഞ്ഞതറിയാം, മോൾക്കറിയണോ? അവൾ എന്നോട് പറഞ്ഞു മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ എൻ്റെ കാരണത്ത് കൈ വെക്കൂന്ന്. ഇത് കേട്ടതും ചിപ്പിമോള് പറഞ്ഞു, ഇങ്ങനെ പോയാൽ മിക്കവാറും കൈ വെക്കൂന്ന് എനിക്ക് തോന്നണേന്ന് പറയണം. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് സ്വപ്നവല്ലിക്ക് ആകെപ്പാടെ സമുദ്രമായിട്ടെന്നോട് തോന്നി. ഇത്തിരി ഇല്ലാത്ത കുഞ്ഞാ, അവള് പോലും ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം സ്വപ്നവല്ലിയുടെ നാക്കെന്താന്ന് സ്വപ്നവല്ലി മനസ്സിലാക്കുന്നില്ല. ചിപ്പിമോൾ ഇതെല്ലാം കണ്ടും കേട്ടുമല്ലേ നിൽക്കുന്നത്. ഇഷിതയോട് വഴക്കുണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം. പിന്നീട് ചിപ്പിമോൾ പറഞ്ഞു, അച്ഛമ്മ എന്തിനാ അമ്മയോട് എപ്പോഴും വഴക്കുണ്ടാക്കുന്നേ? അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ തിരക്കുള്ളതുകൊണ്ടല്ലേ അമ്മ താമസിച്ചു വരുന്നേ. പിന്നെ എന്തിനാ അച്ഛമ്മ അമ്മേനെ ഇവിടുന്ന് പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നേ? അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അമ്മേനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടുണ്ടെങ്കിൽ ഞാനും ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോന്ന് പറയാം. ഇത് കേട്ടതും ഒരു ഞെട്ടലോടുകൂടി സ്വപ്നവല്ലി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.